എനിക്ക് ഈ ക്രിസ്മസ് സീസൺ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ആവുന്ന സമയമാണ്. കുട്ടികൾക്ക് ഹോളിഡേസ് ആണ്. ഓഫീസിലാണെങ്കിൽ വലിയ ടെൻഷനൊന്നുമില്ല. എല്ലാവരും ഹോളിഡേസിന് പോകുന്ന ടൈമാണ്. അപ്പൊ ഈ ടൈമിലാണ് ശരിക്കും നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ നല്ലോണം മീറ്റ് ചെയ്യണതും കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് ദിവസം ഉണ്ടെങ്കിലും നല്ലൊരു ബ്രേക്കാണ്. അപ്പൊ ഷംജിത്ത് ഇപ്പം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. രാത്രി രാവിലെയും ഫുൾ ഓട്ടാണ്. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ അധികം സമയം കിട്ടാറില്ല. അപ്പൊ എങ്ങനെയാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യാറുള്ളത്? അതുപോലെ ഈ ക്രിസ്മസ് സീസൺ അതിന് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യു കെയിൽ എന്ന് പറയുമ്പം നമ്മളെ ക്രിസ്മസിൻ്റെ സമയത്ത് വളരെ ഒരു ലോ സിറ്റുവേഷനിലാണ്. ക്രിസ്മസിൻ്റെ അന്ന് നമുക്കൊരു ബന്ധു പോലെയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്ന് കഴിയുമ്പോൾ ഒരു വണ്ടി പോലും ഇല്ല, ബസ്സില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിലേക്ക് വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസിന് അന്നും വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ്. ദ ബിഗിനിങ് ഓഫ് ഏർലി സ്റ്റേജിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും നമ്മൾ ഫോൺ ഓഫ് ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പക്ഷേ നമ്മുടെ ബ്രെയിൻ ഇപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ക്രിസ്മസിൻ്റെ സമയത്താണെങ്കിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഈ രാജ്യത്ത് നോക്കുമ്പോൾ അറിയാതെ വരും. കാരണം നമുക്ക് ആ ക്ലൈമറ്റ് മാറുന്നു, പിന്നെ നമുക്ക് ഒന്ന് സ്ലോ ഡൗൺ ആവും. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒഴിവില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒഴിവ് കിട്ടുന്ന സമയമാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ക്രിസ്മസ് ഇപ്പം അപ്പം അതിനെക്കാട്ടിലും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തേക്ക് നമ്മൾ വന്നു തുടങ്ങി. അതെ. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാല് നമ്മള് യു കെയില് വിന്റർ എന്ന് പറയുമ്പോൾ ഒരു ഒക്ടോബർ നവംബർ മുതൽ ഏർലി ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. രാവിലെ ലേറ്റ് ആയിട്ട് സൂര്യൻ വരുള്ളൂ. അപ്പൊ അതന്നെ ഒരുപാട് ആൾക്കാരെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യും. കാരണം അധികം സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടും കുറച്ച് ഡള്ളായ വെതർ ആയതുകൊണ്ടും. അപ്പം എനിക്ക് അങ്ങനെ ഡൗൺ ആയ സമയത്തൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യണ സംഭവമാണ് ഈ ക്രിസ്മസ് സീസൺ. അപ്പൊ ഈ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോഴേ ബിസിനസ്സിൽ എനിക്കറിയാം, ഇപ്പം ഇവിടെ വന്ന് സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത് ഇത്രയും കൺട്രീസിലൊക്കെ ഇപ്പം ബിസിനസ് എത്തിയിരിക്കണം. അപ്പൊ ഒരുപാട് ബിസിനസ്സിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ചില ദിവസം നല്ലതായിരിക്കും, ഒരു ദിവസം തന്നെ നല്ല സമയം ഉണ്ടാവും, മോശം സമയം ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുക? കാരണം അത് നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നതും അതുപോലെ അത് ഫാമിലിയെ അഫക്ട് ചെയ്യുന്നതും ഫ്രണ്ട്സിനെ അഫക്ട് ചെയ്യുന്നതും അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഏകദേശം ഒരേ മൈൻഡ് സെറ്റ് ആയിരിക്കും. കാരണം ഈ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ അതാവില്ല നെക്സ്റ്റ് 1 ഹവറിൽ അതെല്ലാവരും ഇപ്പോൾ എനിക്ക് മാത്രമല്ല അതെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളെ എക്സ്പീരിയൻസ് നമ്മൾ അത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് അന്ന് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതോടെ ബിസിനസ് ഇല്ല. നമ്മൾ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളുമായിട്ട് ഒരു പുതിയ കാര്യമല്ല. പക്ഷേ ഇത് നമ്മൾ ബൈ എക്സ്പീരിയൻസ് നമുക്കിത് മാനേജ് ചെയ്യാവുന്നൊരു കാലഘട്ടം വരും. പക്ഷെ നമ്മളെ കൂടെയുള്ള ആളുകൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അവരിത് ചെയ്യുന്നില്ലല്ലോ. ഫാമിലി ആണെങ്കിലും അതൊക്കെയാണ് അവർ അഡ്ജസ്റ്റ് എത്രത്തോളം നമുക്ക് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അത് വളർച്ച ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളെ ഫാമിലിയുടെ സപ്പോർട്ട്. ഫാമിലിക്ക് ഈ സംഭവം മനസ്സിലായില്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഈസ് എ ഫെയിലിയർ. എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മളെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ. നമ്മൾ മനസ്സിലാക്കി നമ്മളെ കൂടെ നമ്മളെ ഈ പ്രഷർ ഒരു 50% മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഷംജിനോട് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അതിന് എനിക്കൊരു മനസ്സിലായ കാര്യമാണ്, നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് എന്ത് സക്സസിനെ കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചും പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പം വളരെ കംഫർട്ടബിൾ ആയി പോയി കഴിയുമ്പോൾ അത് വളരെ ഈസിയാണ് അങ്ങനെ ആ കംഫർട്ട് ലെവലിൽ പോകാൻ. ഇപ്പൊ നമുക്കൊരു ഡേ ടു ഡേ ഒരു ജോലിയുണ്ട്, 9 to 5 ജോലിയുണ്ട്, നമ്മൾ വന്നു വൈകുന്നേരം വന്നു, നല്ല സാലറി മന്ത് എൻഡ് കിട്ടുന്നുണ്ട്, ടെൻഷനൊന്നുമില്ല. അപ്പൊ ആ ഒരു സൈക്കിൾ മോർഗേജിന്റെ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സൈക്കിളിലാണ് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ മിക്കവാറും ആൾക്കാർക്ക് പറ്റാറില്ല. ഒരു ആൾക്കാർക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തു പോകുമ്പോഴാണ്. അത് കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും. അപ്പം എനിക്ക് പലപ്പോഴും ഞാൻ ഷംജിനോട് നടക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ഷംജിത്തിന് ഇപ്പൊ കംഫർട്ടബിൾ ആയി തോന്നി കഴിഞ്ഞാൽ ഷംജിത് അത് ബ്രേക്ക് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പുതിയ പരിപാടികൾ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനോ അതിനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് പിന്നെ നിലനിർത്തുന്നതിനെ കുറിച്ച് ഞാൻ ചോദിക്കാം. അതുപോലെ തന്നെ ഷംജിന് തോന്നുന്നുണ്ടോ അത് എങ്ങനെയാണ് അതൊരു എന്താ പറയുക, ഏതെങ്കിലും സ്റ്റേജിൽ നിർത്തും തോന്നുന്നുണ്ടോ? അതോ ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് അത് എപ്പോഴും ഒരു ഡ്രൈവ് ഉണ്ടാവും അതിനെ കുറിച്ച്? അത് ഈ പറഞ്ഞതല്ല, ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ ഒരാൾ നമ്മൾ എക്കോണമിക് സാമ്പത്തിക മോട്ടീവ് മാത്രമല്ല ഒരു സ്റ്റേജ് കഴിയുമ്പോൾ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സാമ്പത്തികം എന്നൊക്കെ വിചാരിക്കും. പിന്നെ ആ മോട്ടീവ് നമ്മളൊരു പാഷനും നമ്മളതിനെക്കുറിച്ചിട്ടുള്ള എപ്പോഴും അതിങ്ങനെ ചിന്തിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ആ ഡ്രൈവാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഡ്രൈവ് എന്ന് നിർത്തി നമ്മൾ സാമ്പത്തികത്തിൻ്റെ ഒരു ബാക്കിൽ മാത്രം പോകുന്ന സമയം വരുമ്പോൾ നമ്മൾ സാമ്പത്തികം കിട്ടി സേഫായി കഴിഞ്ഞാൽ നമ്മളത് ഈ മോട്ടീവ് ഇല്ലാതാവും. അപ്പോൾ നമ്മളൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം എന്നുള്ളത്
എല്ലാവരെ സംബന്ധിച്ചിടത്തോളം മസ്റ്റാണ്. പക്ഷേ ഈ ഒരു മോട്ടീവിലാണ് നമ്മളങ്ങനെ ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 2 വർഷം മുന്നൊക്കെ ആയപ്പോൾ വിചാരിച്ചു നമ്മൾക്ക് ഇവിടെ ഈ UK നമുക്കെല്ലാം ടാക്സ് കൊടുക്കുന്നത്, പിന്നെ ഇൻഹെറിറ്റൻസ് ഇഷ്യൂസ് അറിയാലോ, നമുക്കിതൊന്നും ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ ഇതൊക്കെ ഗവൺമെൻറ് കൊണ്ടുപോകും. അപ്പോൾ ഒരു സ്റ്റേജിൽ ഒരു കംഫർട്ട് ലൈഫ് ഇങ്ങനെ പോകുന്നവർ നമ്മൾ 2 മാസമൊക്കെ പോകുമ്പോൾ നമുക്കത് പറ്റില്ല, നമ്മളത് ബ്രേക്ക് ചെയ്യാൻ നോക്കും. പക്ഷേ ആ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ സാധനങ്ങൾ വരുന്നത്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് വന്നതാണ് ഇപ്പോൾ നമ്മൾ കേരള ഡീലൈറ്റ്സ് ഇപ്പോൾ പുതിയ ഒക്കെ വന്നതൊക്കെ. നമ്മൾ ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ നല്ല പ്രഷറാണ്. അതാണ് ഇപ്പം കേരള ഡീലൈറ്റ്സ് വന്നു, കുറെ പ്രൊഡക്ട്സ് വന്നു, UK വന്നു, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അപ്പം ന്യൂസിലാൻഡില്, പിന്നെ സിംഗപ്പൂരിലേക്ക് എത്തിച്ചു, ഇപ്പം കാനഡയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു, US. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ഡ്രൈവ് ഉള്ളതുകൊണ്ടാണ് അതിങ്ങനെ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം UK സെറ്റിൽ ആവട്ടെ, ഒരു 2-3 years എടുക്കും. അപ്പോഴത്തേക്കും ഓപ്പർച്യൂണിറ്റിയാണ് മിസ് ചെയ്യുന്നത്. ഞാൻ UK ലൈഫിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ ഞാൻ ഇതേപോലെ തന്നെ വായിച്ചിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ഈ AI അല്ലാതെ സോഫ്റ്റ്വെയറിലാണെങ്കിലും ഒക്കെ ചില ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ വെർച്വൽ ആയിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റും ബിസിനസ് സർവീസസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ വലിയ വലിയ കമ്പനീസ് ഒന്ന് ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ ചിലപ്പം multi-million മേടിക്കും, ബില്യൺ ഒക്കെ മേടിക്കും. അപ്പൊ ചില ആൾക്കാർ വിചാരിച്ചിട്ട് ഒരു 25 years 30 yearsലൊക്കെ അങ്ങനെ സക്സസ്ഫുൾ ആയ ആൾക്കാരുണ്ട്. അവര് ഞാൻ റിട്ടയർ ചെയ്യാണ്, ഞാൻ ആ കമ്പനി വിറ്റു, ഞാൻ സ്പെയിനിൽ ഒരു വീട് മേടിച്ചു, ഞാൻ ഇനി ഫുൾ റിലാക്സ് ചെയ്യണം, ഫുൾ ടൈം പാർട്ടി, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റില് ഞാൻ പല റിപ്പോർട്ടുകളും വായിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പം അതിൽ ഞാൻ വായിച്ചതെന്ന് വെച്ചാല് അങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ ഒരു 2-3 months കഴിയുമ്പോഴത്തേക്ക് അവരുടെ ലൈഫിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ഒരു മോട്ടീവ് ഇല്ല. ആ സമയത്തേക്ക് അവര് എന്താ പറയാ, അവർക്ക് ഭയങ്കര അൺഹാപ്പിയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഷംജിത്തിന്റെ ഒരു വ്യൂ പോയിന്റ്? അല്ല, നമ്മൾ റിട്ടയർമെന്റ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. റിട്ടയർമെന്റ് ബിസിനസ്സിലുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആള് ബിസിനസ് ചെയ്യുന്നില്ല എന്നറിയാം, എൻ്റെ കാഴ്ചപ്പാട്. അതെ അതെ അതെ, അങ്ങനത്തെ ഒരു പറഞ്ഞ് ഞാൻ എൻ്റെ കഴിയുന്നിടത്തോളം ഞാൻ എൻ്റെ അവസാനം വരെ ഇത് ചെയ്യുന്നു. അപ്പോൾ അതാണ് റിയലി ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, ഒരു ടീം വർക്കാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ശരി, ഞാനിപ്പോൾ നമ്മൾ ഒരു പുതിയ വരുമ്പോൾ തന്നെ ഞാനും നമ്മുടെ നാട്ടിലെ നമ്മുടെ റിസ്വാനും അവരൊക്കെ ആയിട്ട്, അവർ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഞങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു മോട്ടീവാണ്. അവരതേ എനർജിക്ക് ഞാൻ ഇറങ്ങി വരികയാണ്, വീണ്ടും താഴോട്ട് വരിക. അപ്പം അങ്ങനെ നമ്മളൊരു ബ്രാൻഡൊക്കെ ഇപ്പോൾ പുതിയത് നമ്മൾ ഒരു ടീം വർക്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ രാജ്യങ്ങളിലേക്ക് നോക്കുന്നു, അവർ കുറേ രാജ്യങ്ങളിലേക്ക് സെറ്റ് ചെയ്യുന്നു. നമ്മൾ ടീം വർക്കാണ്. അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അയർലൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളിപ്പോൾ പറയുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റിട്ടയർമെൻറ്റും ബിസിനസ്സും തമ്മിൽ ഒരിക്കലും മാച്ച് ആകുന്നില്ല. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ ബാക്കിൽ കുറേ ആളുകൾ നമ്മൾ റിലേ ചെയ്തിട്ട് ആ ടീമിലുണ്ട്. അപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, ബിസിനസ് ഇല്ല പിന്നെ. അപ്പോൾ അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നേരത്തെ സംജിത്ത് പറഞ്ഞപ്പം UK ലൈഫിനെ കുറിച്ച് പറഞ്ഞു, ഇൻഹെറിറ്റൻറ്റ് ടാക്സിനെ കുറിച്ച് പറഞ്ഞു. ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസും റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ചിലവര് ദുബായിൽ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് അയ്യോ UK താമസിക്കുന്നവർ പൊട്ടന്മാരാണ്, ഇൻഹെറിറ്റൻറ്റ് ടാക്സ്, അത് ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് ആണ്, അത് നമുക്ക് എതിരില്ല. പക്ഷെ നമ്മളൊക്കെ ഇവിടെ എത്തിപ്പെട്ടത് ഓരോ ഡെസ്റ്റിനിയാണ്. ഞാൻ 2 മാസത്തെ ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ പ്രൊജക്ടിന് വന്നു. ഞാനിവിടെ UK സെറ്റിൽ ആവാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷെ 2 മാസം 3 മാസം അല്ലെങ്കിൽ 5 വർഷം എന്നൊക്കെ ആലോചിച്ചിട്ട് അതങ്ങനെ കണ്ടിന്യൂസ് ആയി 18 വർഷമായി. അതുപോലെ തന്നെ എനിക്കറിയാം ഷംജിത്തും ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് സെറ്റിലായി. പക്ഷെ എന്തുകൊണ്ടാണ് UK തന്നെ, ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെ ഹാപ്പിയാണ് UK ലൈഫും വർക്ക് ലൈഫ് ബാലൻസും ഒക്കെ. എന്തുകൊണ്ടാണ് ഷംജിത്ത് എന്താണ് തോന്നിയുള്ളത് UK ലൈഫിനെ കുറിച്ച്? അല്ല, നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും പിന്നെ നമ്മളിപ്പോൾ UK നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാനൊരു കാര്യം മനസ്സിലാക്കി, നമ്മളൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയും നാട്ടിൽ ഭയങ്കര ബെസ്റ്റാണ്, നമ്മൾ പറയുന്നു ഇവിടെ ഹാപ്പിയാണ്. ഇത് നമ്മൾ എത്ര ഒരു വർഷം നാട്ടിൽ നിൽക്കുന്നോ അതിനനുസരിച്ചിട്ടാണ്. പിന്നെ UK ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്, നമ്മൾ സാമ്പത്തികം നമുക്ക് ജീവിക്കാനുള്ള പൈസ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം. ഇവിടുത്തെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫാണ്. ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയില്ല, നമ്മൾ പണി ഇവിടെ വന്ന് ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒന്നും കൂടി ബെറ്ററാണ്. കാരണം എല്ലാ കാര്യങ്ങളും നല്ല ക്ലൈമറ്റാണ്, നമുക്ക് ഫ്രഷ് എയർ ഉണ്ട്, നമ്മളെ ലൈഫ് സ്റ്റൈൽ വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ രാജ്യത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ രാജ്യം ബെസ്റ്റാണ്. നമ്മൾ നാട്ടിലെ പോലെ തന്നെ നിന്ന് മിഡിൽ ഈസ്റ്റിലൊക്കെ വന്ന് നമ്മൾ ഇത്ര കോടി ഉണ്ടാക്കി നാട്ടിൽ ഇത്ര സ്ഥലം വാങ്ങുന്നു, ഇത്ര ഏക്കർ വാങ്ങുന്നു, അപ്പോൾ ഒരു പ്രഷർ വേറെ, നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നു, നമ്മളെ ഫാമിലിയായിട്ട് നിൽക്കുന്നു, നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദിസ് കൺട്രി ഈസ് ദ ബെസ്റ്റ്. എനിക്ക് തോന്നിയുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം വർക്ക് ലൈഫ് ബാലൻസ്, ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്ത ആളാണ്. എനിക്ക് തിരിച്ചു പോയിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു അവസരം വന്നപ്പോൾ വർക്ക് ചെയ്യാന്നുള്ള ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടുത്തെ ഒരു വർക്ക് ലൈഫ് ബാലൻസും അവിടുത്തെ ഒരു വർക്കിംഗ് സ്റ്റൈലും ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊന്നും നമ്മളത്
അത് നമ്മൾ ഒരുപാട് മാറി. കാരണം ഇവിടെ പേഴ്സണൽ ടൈമിനും എല്ലാത്തിനും ഒരുപാട് വാല്യൂ ഉണ്ട്. നമുക്ക് ഇപ്പൊ ഒരു മീറ്റിംഗിൽ ഞാൻ പറയാം എനിക്ക് 3:30 എനിക്ക് മോനെ അല്ലെങ്കിൽ മോളെ സ്കൂളിൽ നിന്ന് വിളിക്കണം എന്ന് പറഞ്ഞാല് ആർക്കും അതിനകത്തൊരു പ്രശ്നമില്ല. കാരണം അതെല്ലാവരും അക്സെപ്റ്റബിൾ ആണ്. അല്ലെങ്കിൽ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മൾ 5 മണിക്ക് ശേഷം വർക്ക് ചെയ്യണമെന്നോ 6 മണിക്ക് ശേഷം വർക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ അത്യാവശ്യം നമ്മൾ വർക്ക് ചെയ്യും. അപ്പൊ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസും അതേപോലെ ക്വാളിറ്റി ഓഫ് ലൈഫും അതിപ്പം നമ്മൾ മേടിക്കുന്ന ഫുഡിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെ ആണെങ്കിലും നമുക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് നല്ല വിലയുണ്ട്. അതിപ്പം നമ്മുടെ ഏത് കളർ ഓഫ് സ്കിൻ കളർ ആണെങ്കിലും നമ്മൾ ഏത് റിലീജിയൻ ആണെങ്കിലും എന്താണെങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള അതെനിക്ക് തോന്നുന്നു ബാക്കി ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട് കേട്ടോ അതേപോലെ ഒരുപാടുണ്ടെങ്കിലും അത് ആ കാര്യത്തിലാണ് എനിക്ക് UK വളരെ ഇഷ്ടപ്പെട്ടത്. നമുക്ക് നമ്മുടെ ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള കാര്യങ്ങൾ നടക്കും. വേറെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് എനിക്ക് തോന്നിയില്ല. പക്ഷെ അതുപോലെ എനിക്ക് വേറൊരു കാര്യം സംജു നേരത്തെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിന് പുറകെ പോകില്ല. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കേരള റിലീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മലബാർ ഏരിയയിലുള്ള ഒരുപാട് സ്നാക്സ് കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് നമ്മളത് ഫ്രോസൺ ഫുഡാണ് സംജുദാദി കേരള റിലീസ് കൊണ്ടുവന്നത്. അപ്പം സാമ്പത്തിക അല്ലല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക, എന്താ പറയാ, അതിന്റെ പുറകിൽ പോകുമ്പോഴാണ് ആ ഒരു കിക്കാണ് തോന്നുന്നത്. അതെങ്ങനെയാണ് അത്? പിന്നെ എന്താണ് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിൽ നമ്മൾ ശരി നമ്മളിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ മലബാർ ഫുഡ് നമ്മൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു ബിസിനസ് ആയിരുന്നുണ്ട്. നമ്മൾ ഇത് ഡ്രൈവ് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടീം വരും. ആ ടീം നമ്മുടെ ഭാഗമാവും. അപ്പോൾ അവരുടെ എനർജി നമുക്ക് പുതിയൊരു എൻട്രി ചെയ്യാനുള്ളൊരിത്. അപ്പോൾ അത് ഒരു നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഗെയിമാണ്. ബിസിനസ് ശരിക്കും ഒരു ഗെയിമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമ്മുടെ ഗെയിം ഫെയിൽ ആവാം, നമ്മൾ നല്ല സ്റ്റേബിളായിട്ട് പോകാം. അത് നന്നായി പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്. അപ്പം അതിൻ്റെ ഒരു ബൈ പ്രൊഡക്ട്സ് ആണ് സാമ്പത്തികം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ലക്ഷറി എല്ലാം. അപ്പോൾ നമ്മൾ ഈ റിട്ടയർമെൻറ്റും വർക്കും എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഒരു ഭാഗമാണ്. അതെ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ക്രിസ്മസ് ഡിന്നർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 മണിക്കൂറിൽ ടർക്കിയൊക്കെ ഒരുപാട് സമയം എടുക്കുന്നത് സെറ്റ് ആവും. അതുപോലെ തന്നെ എനിക്ക് ലണ്ടനിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ലണ്ടൻ ക്രിസ്മസിന്റെ ടൈമില് ലൈറ്റ്സ് ഒക്കെ. ഇതേപോലെ തന്നെ എനിക്ക് വളരെ റയർ. യൂറോപ്പിൽ ഒരുപാട് സിറ്റീസ് ഉണ്ട്, പക്ഷെ ലണ്ടൻ ഒരു പ്രത്യേക ആ സമയത്ത് ലണ്ടൻ നമ്മുടെ എല്ലാവരുടെയും ഒരു പരിപാടിയാണ് ലണ്ടനിൽ പോവാ ലൈറ്റ്സ് കാണാന്നുള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് അതിനിടയിൽ ലണ്ടൻ ലൈറ്റ്സ് പോയി കണ്ടിട്ട് വരാം. അത് മാത്രമല്ല നമുക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് ഗസ്റ്റ് പോലും ഉണ്ട്. സർപ്രൈസ് ആയിട്ട് നമുക്ക് കാണാം, വഴി വരും. പോയിട്ട്